السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضاه. സഹോദരങ്ങളെ, അൽഹിദ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ അലബി സഖാഫി ഇമാം റാസിയുടെ തഫ്സീർ തെറ്റായ അർത്ഥം പറഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ, ശഫാഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ പറയണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സംസാരത്തിൽ സഖാഫി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മറ്റു സാലിഹീങ്ങളോ പരലോകത്ത് വെച്ച് ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് തെറ്റാണ് എന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മലക്കുകളോ മറ്റു സാലിഹീങ്ങളോ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവൂല. അത് ഖുർആനിൽ പറഞ്ഞതാണ്, ഹദീസിൽ പറഞ്ഞതാണ്. അത് ഈമാനിന്റെ ഭാഗമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. മക്കാ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവരുടെ ഇലാഹുകളെ അവർ ആരാധിക്കുകയും അതോടൊപ്പം ആ ഇലാഹുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന വിശ്വാസത്തോടു കൂടെ അവരെ ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് റാസി പറയുന്നത്. അതിന് സമാനമാണ് മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കൽ. പക്ഷെ ഖബർ ബഹുമാനിക്കലല്ല പ്രശ്നം. ഖബറിനെ ബഹുമാനിക്കുന്ന സമയത്ത് ആളുകൾക്കുള്ള വിശ്വാസം, ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ ശുപാർശകരാണ് എന്ന വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടെ ഖബറിനെ ആദരിക്കുന്ന സമയത്ത്, ബഹുമാനിക്കുന്ന സമയത്ത് അത് മക്കാ മുശ്രിക്കുകൾ ചെയ്ത ഇബാദത്ത് ശിർക്കിന് സമാനമാണ് എന്നാണ് റാസി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മലക്കുകളോ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറയുകയില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശുപാർശ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നജ്മിന്റെ 26-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർള. ആകാശത്ത് എത്ര മലക്കുകളാണ്? ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅ, ആ മലക്കുകളുടെ ശുപാർശകൾ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. മലക്കുകളുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർള, അള്ളാഹു അനുവാദം കൊടുത്ത ആളുകൾക്ക് ഒഴികെ. അള്ളാഹു മലക്കുകൾക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ആ ശുപാർശ ഉപകാരം ചെയ്യും. മാത്രമല്ല വയറുള്ള ആർക്കാണോ ശുപാർശ നൽകുന്നതെങ്കിൽ ആ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടണം. അപ്പൊ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെയും അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും ശുപാർശ നടക്കും. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയുന്നവൻ ആരുണ്ട്? അള്ളാഹ് ചോദിക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയും. മലക്കുകൾ ശുപാർശ പറയും, പ്രവാചകൻ പറയും, സ്വാലിഹ്യങ്ങൾ പറയുമെന്നൊക്കെ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ 2 നിബന്ധനകളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ശുപാർശ ചെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകണം. രണ്ടാമത്തത്, ആർക്കാണോ ശുപാർശ നൽകുന്നതെങ്കിൽ ആ ആളുകളെ അള്ളാഹു പൊരുത്തപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടണം. ഈ 2 നിബന്ധനകൾക്ക് വിധേയമായി പരലോകത്ത് ശുപാർശ ഉണ്ട് എന്നതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ
28-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും. മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു വരുമ്പോൾ അള്ളാഹു പറഞ്ഞു, ആ മലക്കുകളെ സംബന്ധിച്ചവരെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതുമൊക്കെ അള്ളാഹു കൃത്യമായി അറിയുന്നവരാണ്. വലാ യശ്ഫഊന, ആ മലക്കുകൾ ശുപാർശ ചെയ്യുകയില്ല. ഇല്ലാ ലിമൻ ഇർത്തദാ, മലക്കുകൾക്ക് ശുപാർശ ചെയ്യാൻ അധികാരം കിട്ടിയാൽ മാത്രം പോരാ. ഇല്ലാ ലിമൻ ഇർത്തദാ, ആർക്കാണോ ശുപാർശ ചെയ്യുന്നതെങ്കിൽ ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടണം. അപ്പോൾ 2 നിബന്ധനകൾക്ക് വിധേയമായി പരലോകത്ത് ശുപാർശ നടക്കും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ നൽകാൻ അല്ലാഹു അധികാരം നൽകണം. രണ്ടാമത്തത്, ആർക്കാണോ ശുപാർശ നൽകുന്നതെങ്കിൽ അവരെ അല്ലാഹു ഇഷ്ടപ്പെടണം. ഈ 2 നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ട് മാത്രമേ പരലോകത്ത് ശുപാർശ നടക്കൂ. കാരണം ശുപാർശ എന്ന് പറഞ്ഞാൽ, ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അധികാരപരിധിയിലുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ. ഈ താങ്കൾ പറയണം, അള്ളാഹുവിനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടതാണ് അശ്ശഫാഅത്തു ജമീഅൻ, എല്ലാ വിധത്തിലുള്ള ശുപാർശകളും. ലഹു മുൽക്കു സ്സമാവാതി വൽ അർളി സുമ്മ ഇലൈഹി തുർജഊന. ഭൂമിയാകാശങ്ങളുടെ ആധിപത്യം മുഴുവനും അള്ളാഹുവിനാണ്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ശഫാഅത്തിന്റെയും അധികാരവും അതിന്റെ ഉടമാവകാശവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ശഫാഅത്ത് അള്ളാഹു അനുവാദം കൊടുക്കുന്ന സമയത്ത് മാത്രമേ മറ്റുള്ളവർക്ക് നിർവഹിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹോദരങ്ങളുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ശഫാഅത്ത് ഇല്ല എന്നല്ല, അലബി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശഫാഅത്ത് ഉണ്ട്. ആ ശഫാഅത്ത് ചെയ്യണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ നൽകുന്ന ആളുകൾക്ക് അനുവാദം നൽകുകയും ആർക്കാണോ ശുപാർശ നൽകുന്നതെങ്കിൽ ആ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അലബി സഖാഫി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ മുജാഹിദുകൾക്ക് അങ്ങനെ ശുപാർശ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും അത് പാടില്ലാത്തതും അത് ശിർക്കാണ് എന്ന വാദമുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു ഭാഗവും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ശഫാഅത്ത് ആഗ്രഹിക്കല്, റസൂലുള്ളാഹി അങ്ങനെ ശഫാഅത്ത് ചെയ്യുമെന്ന് കരുതല് ശിർക്ക് അല്ലേ? അല്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ശിർക്കാണെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അവർ ശഫാഅത്ത് പരലോകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. പ്രവാചകന്മാർ ശഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമയുടെ ഹദീസ് പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശഫാഅത്ത് അള്ളാഹു അനുവാദം കൊടുത്തതിന് ശേഷം മാത്രമേ നടക്കുള്ളൂ. ഇത് അള്ളാഹുവിന് അധികാരപ്പെട്ടതായതുകൊണ്ടാണത്. എന്നാൽ മൺമറഞ്ഞു പോയ ആളുകളിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് ശഫാഅത്ത് നേരിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വാഹ് ലനാ ഇൻ ളാഅയ സയ്യിദി ഖൈറുൻ നബി. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട്, പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ എന്ന് പറയുന്ന വരികൾ അത് അബദ്ധമാണ്, അത് ശിർക്കാണ്. കാരണം നബിയോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. കാരണം ശഫാഅത്തിന്റെ മാലിക് ലില്ലാഹി ശഫാഅത്തു ജമീഅൻ, ശഫാഅത്തിന്റെ മാലിക്കും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രവാചകരെ എനിക്ക് ശഫാഅത്ത് തരണേ എന്ന് ചോദിക്കാൻ പാടില്ല. അല്ലാഹുവേ എനിക്ക് ശഫാഅത്ത് നൽകണം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എനിക്ക് നൽകണേ എന്ന് അല്ലാഹുവോട് ചോദിക്കണം. അല്ലാഹുമ്മ ശഫിഉഹു ഫിയ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ ശുപാർശകനാക്കണമെന്ന് അല്ലാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉർസുഖനാ ശഫാഅത്തഹു യൗമൽ ഖിയാമ, അല്ലാഹുവേ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എനിക്ക് തരണം എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യാം. ശഫാഅത്ത് പ്രവാചകനോടോ മലക്കുകളോടോ സ്വാലിഹീങ്ങളോ ഔലിയാക്കളോ ചോദിക്കാൻ പാടില്ല. കാരണം അതിന്റെ ഉടമാവകാശം അത് അവർക്കല്ല, അത് അല്ലാഹുവിനാണ്. സഹോദരങ്ങളെ, തലബു ശഫാഅത്ത് തേടുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടാവേണ്ട 3 നിബന്ധനകളുണ്ട്. ആ 3 നിബന്ധനകളും ഒത്തിളങ്ങിയതാണ് തലബു ശഫാഅത്ത് തേടുക എന്നുള്ളത്.
ഒന്നാമത്തത് അയ്യക്കൂന മാലിക്കല്ലമ യുത്ലബു മിൻഹു, എന്താണോ തേടപ്പെടുന്നതെങ്കിൽ അതിന്റെ ഉടമാവകാശം ആ തേടപ്പെടുന്ന വ്യക്തിക്ക് വേണം. രണ്ടാമത്തത് തേടുന്നവനെ അവൻ കേൾക്കണം. മൂന്നാമത്തത് ഉത്തരം നൽകാൻ കഴിയണം. ഈ 3 ഷർത്തുകളാണ് പ്രാർത്ഥിക്കപ്പെടുന്നവരിൽ ഉണ്ടാവേണ്ടതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശഫാഅത്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കപ്പെടുന്ന ആളുകൾക്ക് ശഫാഅത്തിന്റെ ഉടമാവകാശം വേണം. രണ്ടാമത്തത് ശഫാഅത്ത് ചോദിക്കുന്നവനെ ചോദിക്കപ്പെടുന്നവൻ കേൾക്കണം. മൂന്നാമത്തത് ശഫാഅത്ത് നൽകാനുള്ള അധികാരം വേണം. ശഫാഅത്ത് നൽകാനുള്ള അധികാരം അള്ളാഹു അനുവാദം കൊടുത്താലേ കിട്ടും. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാൻദിർ അശീറത്തക്കൽ അഖ്റബീന, അങ്ങയുടെ അടുത്ത കുടുംബക്കാരെ അങ്ങ് താക്കീത് ചെയ്യണം, മുന്നറിയിപ്പ് നൽകണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ വിളിച്ചു. യാ മഹ്ശറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, ഇഷ്തറൂ അൻഫുസകും ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കാത്തുകൊള്ളണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ രക്ഷപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ നാളെ പരലോകത്ത് എനിക്ക് സാധിക്കുകയില്ല. യാ ബനി അബ്ദു മനാഫ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, യാ സഫിയ അമ്മത്ത് റസൂലില്ലാഹ് ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, വയാ ഫാത്തിമത്ത ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മകൾ ഫാത്തിമയെ വരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, സലീനി മാ ശൈതി മൻമാരി, എന്റെ സമ്പത്ത് വേണമെങ്കിൽ നീ ചോദിച്ചു എന്നോട്. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിൽ നിന്ന് ഒന്നും നേടിത്തരാൻ നാളെ പരലോകത്ത് പിതാവായ എനിക്ക് സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറഞ്ഞത് പ്രവാചകന് ശഫാഅത്ത് ഉണ്ട് എന്ന് മറന്നു പറഞ്ഞതല്ല. പ്രവാചകന് ശഫാഅത്ത് ഉണ്ട്. പക്ഷേ ആ ശഫാഅത്ത് മക്കൾക്കോ കുടുംബത്തിനോ ഉമ്മത്തിനോ പ്രവാചകൻ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം. മാത്രമല്ല ശഫാഅത്ത് ചെയ്യപ്പെടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടണം. ഈ 2 കാര്യത്തിലും ഉറപ്പ് കിട്ടാതെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഫാഅത്ത് നൽകാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, പ്രവാചകന് ശഫാഅത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. ശഫാഅത്തുള്ള സ്വാധീനങ്ങൾക്കുണ്ട്, മലക്കുകൾക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭദം പറഞ്ഞത് പ്രവാചകൻ ഈ 2 നിബന്ധനകൾ വിധേയമാകുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കുടുംബത്തിന്റെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളെ കാര്യം പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങൾ. അതുകൊണ്ട് ശഫാഅത്ത് ഇല്ല എന്നോ പ്രവാചകന്മാരോ മലക്കുകളോ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നോ മുജാഹിദുകൾ ആരും പറഞ്ഞിട്ടില്ല. ശഫാഅത്തും ഉണ്ട്. ആ ശഫാഅത്ത് അള്ളാഹുവിന്റെ ഉടമയിലാണ്. അള്ളാഹു അനുവാദം കൊടുക്കണം. ശഫാഅത്ത് നൽകപ്പെടുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടണം. ഈ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ പരലോകത്ത് ശഫാഅത്ത് ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഔലിയാക്കന്മാരാണെന്ന് പറയുന്ന ആളുകളോടൊക്കെ ഞങ്ങൾക്ക് ശുപാർശ നൽകണമേ എന്ന് പറയണമെങ്കിൽ അവര് അള്ളാഹു ഇഷ്ടപ്പെട്ടവരാവണ്ടേ. മലക്കുകളെ സംബന്ധിച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? അള്ളാഹു മലക്കുകളെ സംബന്ധിച്ച് മലക്കുകളുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അള്ളാഹു പറയും. ആ മലക്കുകൾ ശുപാർശ നൽകുകയില്ല ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ലാതെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിൽ മലക്കുകൾ തന്നെ നെടുക്കത്തിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിരിക്കെ ഔലിയാക്കളാണ് എന്ന് പറയുന്ന മഹാന്മാരാണ് എന്ന് പട്ടം കൊടുത്ത ആളുകളോട് ശുപാർശ ചോദിച്ചാൽ അവരുടെ കാര്യം തന്നെ വളരെ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുപാർശ എന്ന് പറയുന്ന ശഫാഅത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുജാഹിദുകൾ. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക് വരുമെന്ന് പറയുന്നവരല്ല, മറിച്ച് ശഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവോടാണ്. ആ ചോദ്യം നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു. ഖബറുകൾ നിങ്ങൾ ആദരിക്കുന്നു, കെട്ടിപ്പൊക്കുന്നു, പുതപ്പിട്ട് മൂടുന്നു, ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നു. ഖബറുകൾ ഇങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച് അതോടൊപ്പം ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന വിശ്വാസവും കൂടെ വരുമ്പോൾ അത് മക്കാ മുശ്രിക്കുകൾ ചെയ്തതിനോട് സമാനമാണ് എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറഞ്ഞത്. വനദീറുഹു ഫീ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ
മക്കാ മുശ്രിക്കുകൾ ചെയ്തതിനോട് സമാനമാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഇഷ്തിഗാലു കസീറിൻ മിനൽ ഖൽഖ് ബിതഅദീമി ഖുബൂരിൽ അകാബിരി, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നു. ഖബറുകളെ ആദരിക്കുന്നതല്ല പ്രശ്നം. എങ്ങനെയാ ആദരിക്കുന്നത്? അലയിത്തിഖാദി അന്നഹും ഇദാ അഅല്ലമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ കെട്ടിപ്പൊക്കി, ഖബറുകളെ പൂവിട്ട് പൂജിച്ച്, ഖബറുകളെ പുതപ്പ് കൊണ്ടൊക്കെ മൂടി അത് അലങ്കരിച്ച് കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ശുപാർശകരാകുമെന്ന വിശ്വാസം. ആ വിശ്വാസമാണ് അബദ്ധം. അതല്ലാതെ ശഫാഅത്ത് നിഷേധമല്ല സഹോദരങ്ങള്. ശഫാഅത്ത് ഉണ്ട്, അത് ഖുർആൻ പറഞ്ഞതാ. ശഫാഅത്ത് ഉണ്ടെന്ന് വിശ്വസിക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സുന്നത്തനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.